ഹായ് എവ്രി വൺ, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട 5 മാസത്തെ അണ്ടർ പെർഫോമൻസിന് ശേഷം നിഫ്റ്റി കഴിഞ്ഞ മാർച്ച് മാസം ക്രിയേറ്റ് ചെയ്ത ഹൈയിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവിശ്വസനീയമായിട്ടുള്ള ഒരു റാലിയാണ് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് തരംഗമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷങ്ങൾ അയഞ്ഞതോടെ ബ്രണ്ട് ക്രൂഡിൻ്റെ വില 5% ഇടിഞ്ഞ് അതിപ്പോൾ $83-84 എന്ന ലെവലിലേക്ക് പെർ ബാരൽ വന്നിരിക്കുകയാണ്. ഇത് കൂടാതെ നമുക്കറിയാം, കഴിഞ്ഞ മാസത്തിൽ FIAs നമ്മുടെ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അവർ പലപ്പോഴും നെറ്റ് ബയേഴ്സ് ആയിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡിന് കാരണമായിട്ടുണ്ട്. കൂടാതെ US ട്രഷറി ബോണ്ട് ഈൽഡ് നിലവിലുള്ള യുദ്ധഭീതി കുറഞ്ഞത് കാരണം ഇപ്പോൾ ഏകദേശം 1% താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു ഫണ്ട് ഷിഫ്റ്റിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൂടാതെ ഇന്ത്യയിലെ പല കമ്പനികളുടെയും Q1 റിസൾട്ടുകൾ പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ട രീതിയിൽ വരുന്നതും മൊത്തത്തിലുള്ള നമ്മുടെ ഡൊമസ്റ്റിക് ആ ഒരു ഗ്രോത്ത് റേറ്റും അതും മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവസാന നിമിഷങ്ങളിൽ ഇത് ശക്തമായ ബൈങ് ദൃശ്യമായിട്ട് കാണാം. അപ്പോൾ ഈ ഓഗസ്റ്റ് 3 മുതൽ സെബി നടപ്പിലാക്കിയ പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ, അതുപോലെ F&O മേഖലയിലുള്ള സമയമാറ്റങ്ങളും മാർക്കറ്റിൻ്റെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ ആ ഒരു വിന്യാസം കൂടുതൽ സജീവമാക്കിയതായിട്ട് കാണാൻ കഴിയും. കാരണം 24,600 ലെവലിൽ നിന്നും വൈകുന്നേരം 3 മണിക്ക് ശേഷം നിഫ്റ്റി ഇൻഡെക്സ് 24,774 എന്ന ആ ഒരു ഹൈയിലേക്ക് പെട്ടെന്ന് കുതിച്ചു കയറുകയായിരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 3 മുതൽ നിലവിൽ വന്ന സെബിയുടെ പരിഷ്കരിച്ച ആ ഒരു ക്ലോസിംഗ് സമയക്രമം അത് FIAs DIAs ഒക്കെ അവരുടെ മാർക്കറ്റ് ക്ലോസിംഗ് ബൈങ് ഓർഡറുകൾ വൻതോതിൽ നടപ്പിലാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ വിൻഡോ ഡിമാൻഡ് പെട്ടെന്ന് ഉയർന്നതാണ് അവസാന നിമിഷങ്ങളിലുള്ള ഒരു കുതിപ്പിന് കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ 24,600 എന്നുള്ള റെസിസ്റ്റൻസ് ലെവൽ തകർന്നതോടെ മാർക്കറ്റ് താഴുമെന്ന് കരുതി ഷോർട്ട് പൊസിഷൻ എടുത്തു വെച്ചിരുന്ന ഡെറിവേറ്റീവ് ട്രേഡേഴ്സ് അവരുടെ വൻ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൊസിഷനുകൾ ക്ലോസ് ചെയ്തുകൊണ്ട് ബൈബേക്ക് നടത്താൻ തുടങ്ങിയത് അവസാന നിമിഷങ്ങളിലെ റാലിക്ക് കാരണമായിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയിൽ നല്ല വെയിറ്റേജ് ഉള്ള ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലുള്ള മുന്നേറ്റം ഒരു ഭാഗത്തും, അതേപോലെ ബാങ്കിങ് സെക്ടർ കഴിഞ്ഞാൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള IT സെഗ്മെൻറ്റിൽ ഇന്ന് 3% വമ്പിച്ച ഒരു റാലി നടന്നത് മൊത്തത്തിൽ നിഫ്റ്റിയെ വലിയ തോതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. അപ്പോൾ US ഫെഡ് റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമെന്നുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ കൂടുതൽ സജീവമായി. കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില വലിയ തോതിൽ താഴ്ന്നതോടെ US ഇൻഫ്ലേഷൻ അവർ വിചാരിച്ച രീതിയിലേക്ക് താഴോട്ടേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ രീതിയിൽ മുന്നേറ്റം IT സ്റ്റോക്കുകളുണ്ട്. കാരണം ഗ്ലോബൽ IT സ്പെൻഡിങ് വർദ്ധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇൻവെസ്റ്റേഴ്സിന് ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് IT സ്റ്റോക്കുകളിൽ ശക്തമായ ഒരു തിരിച്ചുവരവിനും ഇന്ന് കാരണമായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല മുന്നേറ്റം നടത്തിയ IT സ്റ്റോക്കുകൾ ഇടയ്ക്ക് ലാസ്റ്റ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു റാലിക്ക് തുടക്കം കുറിക്കുന്ന രീതിയിലാണ് നമുക്ക് IT സ്റ്റോക്കുകളുടെ ഒരു ബൈങ്ങിൽ നിന്നും കാണാൻ കഴിയുന്നത്. എന്നാൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളിൽ ഒരു ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. ഇന്ന് നിഫ്റ്റി 50യിൽ 44 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ വെറും 6 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഏറ്റവും നേട്ടം ഉണ്ടാക്കിയ 5 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഗ്രാസിം, TCS, ഇൻഡിഗോ, ശ്രീറാം ഫിനാൻസ്, ഇൻഫോസിസ് പോലെയുള്ള സ്റ്റോക്കുകളാണ് മേജർ ഗെയിനേഴ്സ് ആയിട്ട് നമുക്കിന്ന് കാണാൻ കഴിയുക. കൂടാതെ ഓട്ടോ ലോജിസ്റ്റിക് സ്റ്റോക്കുകളിൽ നല്ല മുന്നേറ്റം ഇന്നുണ്ടായി. പ്രത്യേകിച്ച് ജൂലൈ മാസത്തെ ആ ഒരു മികച്ച വാഹന വിൽപ്പന കണക്കുകളും അതുപോലെ ഗ്ലോബൽ ലെവലിൽ സപ്ലൈ ചെയിൻ കൂടുതൽ അനുകൂലമായി മാറിയതും ഓട്ടോ സെക്ടറിന് ഗുണമായിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തെ ഇതുവരെ വന്നിട്ടുള്ള ഓട്ടോ സെയിൽസ് ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നല്ല ഒരു സെയിൽസ് വർധനമാണ് പല വെഹിക്കിൾ സ്റ്റോക്കുകളും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മാരുതി സുസുക്കി 34% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് സെയിൽസിൽ ഉണ്ടായിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ 26% ഇയർ ഓൺ ഇയർ ഗ്രോത്താണ്. ഹുണ്ടായ് മോട്ടോഴ്സിൽ 25% ഗ്രോത്താണ്. അവിടെ ഏറ്റവും അത്ഭുതകരമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സാണ്. അവിടെ 59% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഹീറോ മോട്ടോക്കോ 19%, സുസുക്കിയുടെ മോട്ടോർ സൈക്കിൾ വിഭാഗം 26%, ടൊയോറ്റ കിർലോസ്കർ മോട്ടോഴ്സ് 5%, കിയ മോട്ടോഴ്സ് 27% ഒക്കെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓട്ടോ സെയിൽസ് വമ്പിച്ച ഒരു മുന്നേറ്റമാണ് ജൂലൈ മാസം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇടിഞ്ഞത് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവലിൻ്റെ വില കുറയുമെന്നുള്ള സ്പെക്കുലേഷനിൽ ഇൻഡിഗോ എയർലൈൻസിൽ ശക്തമായ ഒരു മുന്നേറ്റം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് എല്ലാ സെക്ടറുകളും ഈ രീതിയിൽ മുന്നേറിയപ്പോൾ നിഫ്റ്റി മീഡിയ ഇൻഡെക്സ് മാത്രമാണ് കാര്യമായിട്ട് വലിയ തോതിൽ ഇടിഞ്ഞത്. അപ്പോൾ ആ ഒരു ഇടിവിനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത് സെബി സി എൻ്റർടൈൻമെൻറ്റിനും അതിൻ്റെ പ്രൊമോട്ടേഴ്സിനും എതിരെ എടുത്ത കർശനമായ നടപടിയാണ്.
അപ്പോൾ ആ ഒരു സംഭവത്തിന് പിന്നിലുള്ള സ്റ്റോറി നോക്കിക്കഴിഞ്ഞാൽ 2018 സീൻ്റെ ഉടമസ്ഥതയിലുള്ള ഹൈദരാബാദിലുള്ള വളരെ വിലപിടിപ്പുള്ള അവരുടെ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ്സ് അവർ കമ്പനി ബോർഡിൻ്റെയോ ഓഡിറ്റ് കമ്മിറ്റിയുടെയോ പെർമിഷൻ ഇല്ലാതെ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള SL ഗ്രൂപ്പ് എടുത്ത വായ്പകൾക്ക് പ്ലഡ്ജ് ചെയ്തതായിട്ട് സെബി കണ്ടെത്തി. അപ്പോൾ സീഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്ര, CEO പുനീത് ഗോയങ്ക എന്നിവരെ 1 വർഷത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. കൂടാതെ സീൽ കമ്പനിക്ക് 2 മാസത്തെ മാർക്കറ്റ് ബാനും ഏർപ്പെടുത്തി. ഈ 3 പേർക്കുമായിട്ട് ഏകദേശം 1.48 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി മീഡിയ ഇൻഡെക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഉയർന്ന വെയിറ്റേജ് ഉള്ളതുമായ ഒരു ഹെവി വെയിറ്റ് സ്റ്റോക്കാണ് സീ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ സെബിയുടെ ഈ ഒരു ഉത്തരവിന് പിന്നാലെ ഇന്ന് 10% കൂടുതലുള്ള ഒരു ഇടിവാണ് ഇൻട്രാഡേയിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുക. ഇതേപോലെ ഇന്ന് നല്ലൊരു ഇടിവരപ്പെടുത്തിയ മറ്റൊരു സ്റ്റോക്ക് കാണുന്നത് IEX ആണ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. അവിടെ 4% ഒരു ഇടിവാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പോൾ പുതിയ മാർക്കറ്റ് കപ്ലിംഗ് പരിഷ്കാരം കൊണ്ടുവരുന്നതിനെതിരെ IEX സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി CERCയുടെ അത്തരം തയ്യാറെടുപ്പുകളിൽ ഇടപെടാൻ വിസമ്മതിച്ചതാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ഇടിവിന് കാരണമായത്. അപ്പോൾ IEX കോടതിയിൽ വാദിച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ടുള്ള അധ്വാനവും അവരുടെ ടെക്നോളജി ഉപയോഗിച്ചാണ് IEX ഇന്ത്യയിലെ ഈ ഇലക്ട്രിസിറ്റി മേഖലയിൽ 85% മാർക്കറ്റ് ഷെയർ നേടിയെടുത്തത്. എന്നാൽ ഒരു കേന്ദ്രീകൃത ഏജൻസിയെ കൊണ്ട് വില നിശ്ചയിപ്പിക്കുന്നതിലൂടെ തങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള അപ്രമാദിത്വവും ആ ഒരു സക്സസ്സും സർക്കാർ സംവിധാനത്തിനെ കീഴിലാക്കുകയാണെന്ന്, അഥവാ അവിടെ ഒരു നാഷണലൈസേഷൻ ആണ് നടക്കുന്നത് എന്നാണ് കമ്പനി കോടതിയിൽ വാദിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ BSEയും NSEയും തങ്ങളുടേതായ രീതിയിൽ വെവ്വേറെ പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റി മാർക്കറ്റിൽ വ്യത്യസ്ത എക്സ്ചേഞ്ചുകളെ ഒരൊറ്റ കെണിയിൽ കെട്ടിയിടാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാണ് IEX കോടതിയിൽ വാദിക്കുന്നത്. ഏതായാലും IEXൻ്റെ വാദങ്ങൾക്ക് കൃത്യമായ ഒരു ലോജിക്കൽ റീസണിങ് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും കോടതി ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ IEXന് അനുകൂലമായ വിധി വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇതാണ് ഇന്ന് മാർക്കറ്റിൽ സ്റ്റോക്ക് ഇടിയാൻ കാരണം. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഗവൺമെൻറ് ക്യാപെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓഫ് ഷോർ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്താനും അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനുമായിട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് കീഴിൽ ആവിഷ്കരിച്ച പുതിയൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ പേര് സമുദ്രമഥൻ പദ്ധതി എന്നാണ്. ഇപ്പോൾ 2030-31 ഫൈനാൻഷ്യൽ ഇയർ വരെ നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്ന ഈ ഒരു പ്രൊജക്റ്റ് 84,000 കോടിയുടെ ഒരു വലിയ ബജറ്റുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ കടലിനടിയിലുള്ള എണ്ണവാതക സാന്നിധ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഹൈ ക്വാളിറ്റി സെസ്മിക് ഡാറ്റ ശേഖരിക്കുകയും പഠനം നടത്തുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഡീപ്പ് വാട്ടർ, അൾട്രാ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷൻ വെല്ലുകൾക്ക് അവിടെ ഖനനം ചെയ്യുവാനുള്ള ആ ചെലവിൻ്റെ ഏകദേശം 50% സർക്കാർ സഹായം നൽകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ ഈ ഒരു അലോക്കേഷൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തുന്ന ഓയിലും ഗ്യാസും ഒക്കെ കരയിലെത്തിക്കാൻ കമ്പനികൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനുകളും പ്രൊഡക്ഷൻ ഹബ്ബുകളും ഗവൺമെൻറ് നിർമ്മിക്കും. കൂടാതെ ഓഫ് ഷോർ എക്യുപ്മെൻറ്റ് നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ സർവീസസിനുമായിട്ട് പ്രത്യേക മാനുഫാക്ചറിങ് ഹബ്ബുകൾ സജീവമാക്കാനും ഗവൺമെൻറ് പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ 88% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുന്നതിലൂടെ പ്രതിവർഷം 1 ലക്ഷം കോടി രൂപയോളം ഇറക്കുമതി ചെലവിൽ നിന്ന് ലാഭിക്കാൻ കഴിയുമെന്നാണ് ഗവൺമെൻറ് കണക്കൂട്ടുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള എക്സ്പ്ലോറേഷൻ ചെലവിലെ റിസ്ക് ഗവൺമെൻറ്റുമായിട്ട് പങ്കിടുന്നതിനാൽ സ്വകാര്യ വിദേശ നിക്ഷേപകർ ഈ എക്സ്പ്ലോറേഷൻ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുമെന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ONGC, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള നിലവിലുള്ള കമ്പനികൾക്ക് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ബിഡുകളും പ്രോസസ്സുകളും ആരംഭിക്കുമ്പോൾ ഈ സ്റ്റോക്കുകൾക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് പുട്ട് കോൾ റേഷ്യോ കാണുന്നത് 1.3 എന്ന ലെവലിലാണ്. അപ്പോൾ അവിടെ ഒരു ബുള്ളിഷ് ട്രെൻഡ് സജീവമായിട്ടുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പുട്ട് റൈറ്റേഴ്സ് വളരെ ശക്തമായിട്ട് മാർക്കറ്റിന് താഴെ വീഴാതെ താങ്ങി നിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ മാക്സ് പെയിൻ 24,550 എന്ന ലെവലിലാണ്. അതായത് ഓപ്ഷൻ റൈറ്റർമാർ ഏറ്റവും കുറഞ്ഞ നഷ്ടമുണ്ടാകുന്ന ഒരു ലെവലാണിത്. അതുകൊണ്ട് തന്നെ നാളെ ഇൻഡെക്സ് എക്സ്പയർ ആയതുകൊണ്ട് തന്നെ നിഫ്റ്റിയെ ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രേഡേഴ്സ് ശക്തമായ ശ്രമം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പുട്ട് സൈഡിലും കോൾ സൈഡിലും കാണുന്നത് 24,500 എന്ന ലെവലാണ്. അപ്പോൾ നാളെ ആ ഒരു ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. എങ്കിലും ഇൻട്രാഡേയിൽ ഉണ്ടാകുന്ന ലൈവായിട്ടുള്ള മൂവ്മെൻറ്റ്സും കൂടാതെ പുതിയ ഓപ്പൺ ഇൻട്രസ്റ്റുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസും ഒക്കെ ഈ ലെവലുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ ട്രെൻഡ് സസ്റ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഡാറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.